അടിയന്തര വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെ ഗൗരവമായി എടുക്കാത്തതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പരസ്യമായി വിമർശിച്ചു. പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ചതുപോലെ നിർദ്ദിഷ്ട 30 ദിവസത്തെ ഷട്ട്ഡൌണിന്റെ സാധ്യതയെക്കുറിച്ചുള്ള പുടിന്റെ സംശയമാണ് പ്രശ്നത്തിന്റെ കാതൽ. ഈ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചുള്ള പുടിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സമാധാനപരമായ ഒരു പരിഹാരത്തിനായി പ്രവർത്തിക്കാതെ റഷ്യൻ പ്രസിഡന്റിന്റെ നാടകം കളി അനുവദിക്കാനാവില്ലെന്ന് സ്റ്റാർമർ ഊന്നിപ്പറഞ്ഞു. അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള റഷ്യയുടെ വിമുഖതയെക്കുറിച്ച് ആഗോള നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന നിരാശയാണ് സ്റ്റാർമറുടെ പ്രസ്താവന അടിവരയിടുന്നത്. നീണ്ടുനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഏകദേശം 25 ലോക നേതാക്കളുടെ ഒരു സഖ്യത്തിന് സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സ്റ്റാർമറിന്റെ പ്രതികരണം. ഇന്ന് നടക്കാനിരിക്കുന്ന ഒരു വെർച്വൽ ഉച്ചകോടിയിൽ രാജ്യങ്ങൾക്ക് യുക്രൈനെ പിന്തുണയ്ക്കുന്നതിന് എങ്ങനെ സംഭാവന നൽകാമെന്ന് അദ്ദേഹം ലോക നേതാക്കളോട് ചോദിക്കും. നാറ്റോയിലെയും യൂറോപ്പിലെയും നേതാക്കളിൽ നിന്ന് അദ്ദേഹം ഇത് ആവശ്യപ്പെടുകയും ചെയ്യും. പുടിൻ വെടിനിർത്തൽ ലംഘിക്കുന്നത് തടയാൻ യുക്രൈനിന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാൻ മെക്സിക്കോ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവയുടെ ഒരു സഖ്യം US പിന്തുണയോടെ ആവശ്യമാണെന്ന് ഈ രാജ്യങ്ങളിലെ നേതാക്കൾ പറയുന്നു. ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിക്കുമെന്ന് സ്റ്റാമറും മാക്രോണും പ്രതിജ്ഞയെടുത്തു. സമാധാന പരിപാലന ശ്രമങ്ങളിൽ തങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തുർക്കി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താൽപ്പര്യമുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല. 130 റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്ന യുക്രൈന്റെ അവകാശവാദത്തിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് 126 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെട്ടു. വോൾഗോഗ്രാഡിനും വൊറോനിഷ് മേഖലകൾക്കുമിടയിലെ 64 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2022-ൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു ഇത്. അതേസമയം കുർസ്ക് മേഖലയിൽ യുക്രൈനിയൻ സേനയുടെ കൈവശമുണ്ടായിരുന്ന 2 ഡസനിലധികം ഗ്രാമങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി റഷ്യ പറഞ്ഞു. ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ 14 റഷ്യൻ പ്രദേശങ്ങൾ ആക്രമിച്ചതായി യുക്രൈൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കീവിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 14ആയി ഉയർന്നതായും യുക്രൈൻ പറഞ്ഞു. 2022 ഫെബ്രുവരി മുതൽ തുടരുന്ന യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപ് പുടിൻ ചർച്ചകൾ നടക്കുന്നത്. ഈ ആഴ്ച സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള US നിർദ്ദേശം യുക്രൈൻ ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സംഘർഷം തുടരുന്നതിനിടയിൽ യുക്രൈനക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കുർസ്ക് മേഖലയിൽ പോരാടുന്ന സെലൻസ്കിയുടെ സൈനികരോട് കീഴടങ്ങാൻ പുടിൻ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനത്തോട് ഞങ്ങൾ സഹതപിക്കുന്നു, പുടിൻ ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. അവർ ആയുധങ്ങൾ താഴെവെച്ചു കീഴടങ്ങിയാൽ അവർക്ക് ജീവനും മാന്യമായ ചികിത്സയും ഉറപ്പു നൽകുമെന്ന് പുടിൻ പറഞ്ഞു.